പാകിസ്ഥാൻ ടീമിനെ പഞ്ഞിക്കകത്തിട്ട ഇന്ത്യയുടെ പെൺപുലികൾക്ക് അഭിവാദ്യങ്ങൾ. സൂപ്പർ പെർഫോമൻസ്. ഇന്നലെ നിങ്ങളെ ഞങ്ങൾ പഞ്ഞിക്കിട്ടുണ്ട്, ഇന്നും പഞ്ഞിക്കിടും. നാളെ ഏഷ്യൻ ഗെയിംസിനകത്ത് ഞങ്ങളുടെ മെൻസ് ടീം വന്നിട്ട് പിന്നെയും നിങ്ങളെ പഞ്ഞിക്കിടും. ഇത്രയേ ഉള്ളൂ. ഇവർക്ക് ഒരേ ഒരു ആഗ്രഹമുള്ളൂ പാകിസ്ഥാൻ ടീമിന്. വേൾഡ് കപ്പ് കിട്ടുമോ കിട്ടാതിരിക്കുമോ എന്ന് വെച്ചാൽ ഇവരെ സംബന്ധിച്ചിടത്ത് ഒരു കാര്യമല്ല. ഇവരെ മിലിറ്ററിക്കാർ പറഞ്ഞിട്ടുണ്ട് പോയി ഇന്ത്യ പരാജയപ്പെടുത്തിക്കോണം, വേൾഡ് കപ്പ് കൊണ്ടുവന്നില്ലെങ്കിലും കുഴപ്പമില്ല, ഒരു കളി എങ്ങനെ ഇന്ത്യ തോൽപ്പിച്ചോണമെന്ന്. എവിടെ തോൽപ്പിക്കാനാ, എങ്ങനെ തോൽപ്പിക്കാനാ? 2014 ഈ വുമൻസ് ടീം അവസാനമായിട്ട് ഇന്ത്യ തോൽപ്പിച്ചിട്ടുള്ളത്. 2 വട്ടമാണ് ഈ വുമൻസ് ടീം ഇന്ത്യയെ T20 വേൾഡ് കപ്പിനകത്ത് തോൽപ്പിച്ചിട്ടുള്ളത്. 7 കളി ഇന്ത്യ ജയിച്ചിട്ടുണ്ട്, 2 കളി മാത്രമാണ് പാകിസ്ഥാന് ഇന്ത്യയുടെ വുമൻസ് ടീമിനെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞിട്ടുള്ളത്. മെൻസ് ടീമിന്റെ കാര്യം നമുക്കറിയാമല്ലോ. നമ്മൾ 2023 ഇവരെ 2 പ്രാവശ്യം തോൽപ്പിച്ചിട്ടുണ്ട് നമ്മുടെ മെൻസ് ടീം. 2024 നമ്മൾ തോൽപ്പിച്ചിട്ടുണ്ട്. 2025 ഇവരുടെ ചാമ്പ്യൻസ് ട്രോഫി ഇവരുടെ കയ്യിൽ നിന്ന് നമ്മൾ തൂക്കിയെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് 2026 ഇവർ ശ്രീലങ്കയിലെ കളിക്കുമെന്ന് പറഞ്ഞു, നമ്മൾ ശ്രീലങ്കയെ പോയി തോൽപ്പിച്ചിട്ടുണ്ട് T20 വേൾഡ് കപ്പ്. സോ ഇവരെന്ന് പറഞ്ഞാൽ തോൽവികൾ ഏറ്റുവാങ്ങാനുള്ള ഒരു ടീമാണ് പാകിസ്ഥാൻ. നമ്മളെ തോൽപ്പിക്കണം എന്നുള്ള വലിയ ആഗ്രഹമാണ് ഇവർക്ക്. പക്ഷെ നേരെ തിരിച്ചാ സംഭവിക്കുന്നത്. നമ്മൾ ഇവരെ കയറി അങ്ങ് പഞ്ഞിക്കിടും. നോക്കിക്കോളും 2026 ഇനി നമ്മുടെ ഏഷ്യൻ ഗെയിംസ് വരുന്നുണ്ട്. ഇന്ത്യ തോൽപ്പിക്കാൻ വേണ്ടി പുതിയ ക്യാപ്റ്റനെയൊക്കെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. നമ്മുടെ ശ്രേയസ് അയ്യരും സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയും ബുംറയൊക്കെ ചേർന്ന് ഇനിയും നിങ്ങളെ പഞ്ഞിക്കിടും. അത് ഞാൻ എൻ്റെ വീഡിയോയിലൂടെ ഇങ്ങനെ വന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇന്ത്യ കുറച്ച് മിസ്റ്റേക്ക് ഒക്കെ ആവർത്തിച്ചു. അല്ലായിരുന്നെങ്കിൽ പാകിസ്ഥാൻ നോക്കുവാണെങ്കിൽ 100 റൺസ് പോലും കണ്ടെത്തത്തില്ലായിരുന്നു. ഇന്ത്യ ജയിക്കുന്ന 66 റൺസിനാണ്. ഇന്ത്യ 170 റൺസ് എടുക്കുന്നു. ഇവർ കേവലം എടുത്തത് 106 റൺസാണ്. എല്ലാത്തിനെ ഓൾ ഔട്ട് ആക്കി കയറ്റി വിടുകയും ചെയ്തു. ഇന്നത്തെ മത്സരത്തിൽ നോക്കുവാണെങ്കിൽ ഒരുപാട് മാച്ച് വിന്നർമാരുണ്ട്. പക്ഷെ ഞാൻ എടുത്തു പറയുന്ന ഒരാൾ റിച്ചാ ഘോഷാണ്. എന്നാ ഒരു ബാറ്റിംഗ് ആയിരുന്നു! പാകിസ്ഥാനിലെ മെൻസ് ടീം പോലും ഭയപ്പെട്ടു പോകുന്ന ഒരു ബാറ്റിംഗ്. ഇങ്ങനെ ബാറ്റ് ചെയ്യാൻ പറ്റുമോ? ഒരു ഓവറിനകത്ത് 4 4ഉം 1 6ഉം 23 റൺസ് എടുക്കാൻ പറ്റുമോ? ഇവർ വുമൻസ് ടീം നോക്കണേ, ഇന്ത്യയുടെ വുമൻസ് ടീം വന്നിട്ട് എന്ത് ബെറ്റർ ആയിട്ടാണ് നമ്മളെക്കാട്ടി ബാറ്റ് ചെയ്യുന്നതാണ് പാകിസ്ഥാന്റെ മെൻസ് ടീം ചോദിക്കുന്നത്. അവരുടെ ബബ്രുവിനെ കൊണ്ട് വല്ലതും പറ്റുമോ? കിങ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ബബ്രുവിനെ കൊണ്ട് ഒരു ഓവറിനകത്ത് 23 റൺസ് എടുക്കാൻ പറ്റുമോ? റിച്ചാ ഘോഷിന്റെ കിടിലം ബാറ്റിംഗ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത ബാറ്റിംഗ്. ഇന്ത്യ 150 റൺസ് പോലും കടക്കുമെന്ന് വിചാരിച്ച ഒരു സമയമായിരുന്നു. 129 റൺസിൽ 5 വിക്കറ്റ് പോയ ഒരു സമയമായിരുന്നു. റിച്ചാ ഘോഷ് ഇന്ത്യ 170 എന്ന് പറയുന്ന തരക്കേടില്ലാത്ത ഒരു സ്കോറിലോട്ട് ഇന്ത്യയെ കൊണ്ടെത്തിച്ചത്. ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നു റിച്ചാ ഘോഷ്. ആ ഒരു ഫിനിഷ് ഇന്ത്യൻ ടീമിന് വളരെ നിർണായകമായിരുന്നു. അതുപോലെ തന്നെ ദീപ്തി ശർമ്മ. ഇന്ത്യക്ക് എപ്പോഴെല്ലാം വിക്കറ്റ് വേണോ, ഇന്ത്യയുടെ നോക്കുവാണെങ്കിൽ ഒരു ബുംറയായിട്ടൊക്കെ പറയാം, ദീപ്തി ശർമ്മ വരുന്നു, ഇന്ത്യക്ക് വിക്കറ്റ് എടുത്ത് കൊടുക്കുന്നു. നോക്കുവാണെങ്കിൽ ബെസ്റ്റ് ഫിഗർ ആണ് T20 ഇന്നത്തെ. 10 റൺസിനകത്ത് 5 വിക്കറ്റ് എടുക്കുന്നു. അതുപോലെ തന്നെ T20 ഇന്റർനാഷണൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്ത ബോളറാണ് നമ്മുടെ ദീപ്തി ശർമ്മ. നമുക്ക് അതിലും അഭിമാനിക്കാം. ഇനി ഇന്നത്തെ മത്സരത്തിലോട്ട് വരുവാണെങ്കിൽ ടോസ് കിട്ടുന്ന ടീം ഇന്ത്യ പറയുന്നു ഞങ്ങൾ ബാറ്റ് ചെയ്യാൻ പോവാണ്. കാരണം ഇതൊരു ഫ്ലാറ്റ് പിച്ചാണ്, ബാറ്റിങ്ങിന് അനുയോജ്യമായ പിച്ചാണെന്നാണ് ക്യാപ്റ്റൻ പറഞ്ഞത്. പക്ഷേ ഇതൊരു ബാറ്റിംഗ് പിച്ച് ആയിരുന്നു, ഒരിക്കലും അല്ലായിരുന്നു. ഇതൊരു സ്ലോ ഷായിട്ടുള്ളൊരു പിച്ചായിരുന്നു. ബോൾ നോക്കുവാണെങ്കിൽ വളരെ സ്ലോ ആയിട്ടാണ് വന്നുകൊണ്ടിരുന്നത്. ബോൾ സ്കിഡ് ചെയ്യുന്നുണ്ടായിരുന്നു സ്പിന്നർമാർക്ക്. സ്ലോ ത്രൂ ദ എയർ എറിയുമ്പോഴത്തേന് ബോൾ ടേൺ ചെയ്യിക്കുന്നുണ്ടായിരുന്നു. ബോളിന് നല്ല ഗ്രിഫ്റ്റ് കിട്ടുന്നുണ്ടായിരുന്നു, ബോളിന് നല്ല ഫ്ലൈ കിട്ടുന്നുണ്ടായിരുന്നു. സോ നോക്കുവാണെങ്കിൽ ഇന്ത്യ സ്ട്രഗിൾ ചെയ്തു. 20 റൺസിനകത്ത് നോക്കുവാണെങ്കിൽ ഇന്ത്യയുടെ 2 വിക്കറ്റ് പോയി. ഇന്ത്യ അവിടെ നോക്കുവാണെങ്കിൽ സ്ട്രഗിൾ ചെയ്യുന്നു. പവർ പ്ലേ നോക്കുവാണെങ്കിൽ ഇന്ത്യക്ക് ബ്രില്യൻ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ കഴിഞ്ഞില്ല. കേവലം 38 റൺസിൽ 2 വിക്കറ്റ് ഇന്ത്യയുടെ പോയി അവിടെ. ഷഫാലി വർമ്മ വരുന്നു, ഒരു 6 അടിക്കുന്നു, അതേ ഓവറിനകത്ത് ഔട്ട് ആവുന്നു. ജമീമ വരുന്നു, അവിടെ നോക്കുവാണെങ്കിൽ സ്ട്രഗിൾ ചെയ്യുന്നു. നോക്കുവാണെങ്കിൽ കറക്റ്റ് ആയിട്ട് ബോളിനെ പിക്ക് ചെയ്യാൻ കഴിയുന്നില്ല. അത്ര ബ്രില്യൻ്റ് ആയിട്ട് നോക്കുവാണെങ്കിൽ പാകിസ്ഥാൻ ബോൾ ചെയ്തു തുടക്കത്തിൽ. എന്നാൽ അവിടെ ഒരു പാർട്ണർഷിപ്പ് കണ്ടെത്തുന്നു. സ്മൃതി മന്ദാന. വിരാട് കോഹ്ലി കിങ് ആണെങ്കിൽ ഞാൻ പറയും സ്മൃതി മന്ദാന നോക്കുവാണെങ്കിൽ ക്യൂനാണെന്ന് പറയും. അത്ര ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് നോക്കുന്നത്. വലിയ മാച്ചിലെ വലിയൊരു പ്ലെയർ തന്നെയാണ് സ്മൃതി മന്ദാന. ഇന്ന് വന്നിട്ട് 2 ക്യാച്ച് കൊണ്ട് കളഞ്ഞു പാകിസ്ഥാൻ കേട്ടോ. ബ്രില്യൻ്റ് ആയിട്ട് ബാറ്റ് ചെയ്യുന്നു. ഇന്ത്യ നല്ലൊരു സ്കോറിലോട്ട് കൊണ്ടെത്തിക്കാൻ അവിടെ സ്മൃതി മന്ദാനയ്ക്ക് കഴിഞ്ഞു. ക്യാപ്റ്റനുമായിട്ട് ചേർന്ന് നോക്കുവാണെങ്കിൽ അവിടെ ഒരു 91 റൺസിന്റെ ഒരു പാർട്ണർഷിപ്പ് 66 ബോളിൽ കണ്ടെത്തുന്നു. ബ്രില്യൻ്റ് ആയിട്ട് ബാറ്റ് ചെയ്തു സ്മൃതി മന്ദാന വന്നിട്ട്. 44 ബോളിൽ നിന്ന് 68 റൺസ് എടുക്കുന്നു. 154 സ്ട്രൈക്ക് റേറ്റിൽ 9 4ഉം 2 6ഉം ആയിട്ട് നോക്കുവാണെങ്കിൽ ഇന്ത്യയെ മുമ്പിൽ നിന്ന് നയിക്കുന്നു സ്മൃതി മന്ദാന. നോക്കുവാണെങ്കിൽ ഇന്ത്യ അവിടെ സ്ട്രഗിൾ ചെയ്തു പോയേനെ. ഒരു വിക്കറ്റും കൂടെ പോയിരുന്നെങ്കിൽ മേ ബി എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. മേ ബി 2016 പോലെ പാകിസ്ഥാൻ മേ ബി ജയിച്ചേനെ. അവിടെ ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് കാഴ്ചവെക്കുന്നു വുമൻസിന്റെ ക്യൂനായിട്ടുള്ള സ്മൃതി മന്ദാനയുടെ. അതുപോലെ തന്നെ ക്യാപ്റ്റൻ ഹർമൻ കൗറിന്റെ ബാറ്റിംഗ് സത്യം പറഞ്ഞാൽ അവിടെ ഒരു പാർട്ണർഷിപ്പ് വേണമായിരുന്നു. പക്ഷേ ഹർമൻ കൗർ നോക്കുവാണെങ്കിൽ വളരെ സ്ലോ ആയിട്ടാണ് കളിച്ചത്. നോക്കുവാണെങ്കിൽ 35 ബോളിൽ നിന്ന് 36 റൺസ് എടുത്തത്. സ്ട്രൈക്ക് റേറ്റ് പരിശോധിക്കുകയാണെങ്കിൽ കേവലം 102. ഓക്കെ, അവിടെ വിക്കറ്റ് പോയി, 20 റൺസ് 2 വിക്കറ്റ് പോയി. അവിടെ പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്തു. പക്ഷെ അവിടെ അല്പം കൂടെ വേഗത്തിൽ കളിക്കാൻ പറ്റുന്നു. അവിടെ ഘോഷ് വന്നിട്ട് ആ ഒരു ഫിനിഷ് കൊടുത്തില്ലായിരുന്നു മേ ബി ഇന്ത്യയുടെ സ്കോർ പരിങ്ങലോട്ടായി പോകാനെ. ഹർമൻ കൗറിന്റെ ബാറ്റിംഗ് നോക്കുവാണെങ്കിൽ അല്പം സ്ലോ ആയി പോയി. നോക്കുവാണെങ്കിൽ ഇന്ന് ഇന്ത്യയുടെ ഡോട്ട് ബോൾ പരിശോധിക്കുകയാണെങ്കിൽ 120 ബോളിനകത്ത് ഇന്ത്യ 40 ഡോട്ട് ബോൾ കളിച്ചു. പാകിസ്ഥാനെ കൂടെ ഒരു ടീമിനെതിരെയൊക്കെ ഓക്കെയാണ്. പക്ഷേ
ഇനി നമുക്ക് കളിക്കാനുള്ളത് സൗത്ത് ആഫ്രിക്കയാണ്, അതുപോലെ തന്നെ ആസ്ട്രേലിയയോട്ടുള്ള ടീമിനെതിരെ കളിക്കാനുണ്ട്. സോ ഇതൊക്കെ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു മത്സരങ്ങളായിരിക്കും. ഈ മത്സരം മേ ബി ഇന്ത്യക്ക് ഈസി ആയിട്ട് ജയിക്കാമായിരുന്നു. ഒരു 150 റൺസോ 130 റൺസോ ഉണ്ടെങ്കിലും ഇന്ത്യ ജയിച്ചേനെ. 40 ബോൾ ഡോട്ട് ബോൾ വരുമെന്ന് വെച്ചാൽ അത്ര ഒരു ശുഭകരമായിട്ടുള്ള ഒരു കാര്യമല്ല. അതുപോലെ ജമീമയുടെ ഒരു പെർഫോമൻസ് ഇന്ത്യക്ക് അത്യാവശ്യമായിട്ട് വേണ്ടതുണ്ട്. വലിയ മാച്ചിലെ വലിയ പ്ലെയർ തന്നെയാണ് ഹർമൻ കൗർ. നമുക്കറിയാം 50 ഓവർ വേൾഡ് കപ്പിനകത്ത് സെമി ഫൈനലിനകത്ത് ആസ്ട്രേലിയയെ പരാജയപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് ഹർമൻ കൗർ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. അല്പം കൂടെ സ്ട്രൈക്ക് റേറ്റ് ഉയർത്തി കളിക്കുന്നത് ടീമിന് ഇനി വരുന്നുള്ള മത്സരങ്ങളിൽ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ അതുപോലെ തന്നെ ആസ്ട്രേലിയക്കെതിരെ ബെറ്റർ ആക്കാൻ കഴിയും. ഇനി ഇന്ത്യയുടെ ബോളിങ്ങിലോട്ട് പോകണമെങ്കിൽ വളരെ ദയനീയമായ ഒരു ബോളിംഗ് ആയിരുന്നു ഇന്ത്യയുടെ. പേസ് ബോളിംഗ് എന്ന് പറയാൻ പറ്റുമെന്ന് അറിയത്തില്ല. മീഡിയം ബോളർമാർ കാഴ്ചവെച്ചത് വന്നിട്ട് ലെഗ് സൈഡിൽ ബോൾ ഇട്ട് കൊടുക്കുമായിരുന്നു പാകിസ്ഥാന്. അവർ ബ്രില്യൻ്റ് ആയിട്ട് ബാറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അവർ ഫ്ലിക്ക് ചെയ്ത് ഇട്ടു. ഫൈനലിലേക്ക് നോക്കുവാണെങ്കിൽ അകത്തായിരുന്നു, നോക്കുവാണെങ്കിൽ ബൗണ്ടറി അങ്ങനെ തന്നെ അവർ കണ്ടെത്തി. വളരെ മോശമായിട്ടായിരുന്നു ഇന്ത്യയുടെ 3 മീഡിയം ബോളർമാരും വന്നിട്ട് ബോൾ ചെയ്ത് വളരെ മോശമായിട്ട് ബോൾ ചെയ്യുന്നു. നോക്കുവാണെങ്കിൽ നല്ലൊരു സ്റ്റാർട്ട് പാകിസ്ഥാന് കിട്ടി. പാകിസ്ഥാൻ നോക്കുവാണെങ്കിൽ 52 റൺസിൽ 1 വിക്കറ്റേ പോയിട്ടുള്ളൂ പവർ പ്ലേയിൽ. തരക്കേടില്ലാത്ത ഒരു സ്കോർ നോക്കുവാണെങ്കിൽ അവർ പവർ പ്ലേക്കകത്ത് കണ്ടെത്തി. പാകിസ്ഥാന്റെ മീഡിയം ബോളർമാര് ഇന്ത്യൻ ബോളർമാരെക്കാട്ടി ബെറ്റർ ആയിട്ട് ബോൾ ചെയ്തില്ലേ. നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ സ്കോർ 38 റൺസിൽ 2 വിക്കറ്റ് പോയി. പക്ഷേ പാകിസ്ഥാന്റെ സ്കോർ നോക്കിക്കേ, 52 റൺസിനകത്ത് ഒറ്റ ഒരു വിക്കറ്റ് അവർ പോയി. നോക്കുവാണെങ്കിൽ ഇന്ത്യയുടെ പേസ് ബോളിംഗ് ഇമ്പ്രൂവ് ആക്കേണ്ടതായിട്ടുണ്ട്. ഇനി ആസ്ട്രേലിയയുടെ കയ്യിലോട്ടും സൗത്ത് ആഫ്രിക്കയുടെ കയ്യിലോട്ടൊക്കെ കയറി ചെല്ലുമ്പോഴത്തേന് ഈ ബോളിംഗ് വെച്ചാൽ പോകുന്നതെങ്കിൽ ഫൈനലിനകത്തൊക്കെ കയറുകയെന്ന് വെച്ചാൽ, സെമിക്കകത്തൊക്കെ കയറുമെന്ന് വെച്ചാൽ വലിയ ചടങ്ങെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. നോക്കുവാണെങ്കിൽ ഇന്ത്യക്ക് പണി കിട്ടി പോയനെ. എന്നാൽ ദീപ്തി ശർമ്മ കറക്റ്റ് സമയത്ത് വന്ന് ബ്രേക്ക് ത്രൂ ഇട്ട് മാച്ചിനെ തിരിച്ച് ഇന്ത്യക്ക് പിടിച്ചു കൊടുക്കുന്നു. അതുപോലെ തന്നെ ശ്രീ ശരണി വന്നിട്ട് 3 വിക്കറ്റ് എടുക്കുന്നു. ബ്രില്യൻ്റ് ആയിട്ട് നോക്കുവാണെങ്കിൽ 2 പേരും കൂടെ ബോൾ ചെയ്തു. ആ പിച്ചിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ്സിനെ സ്ലോ ത്രൂ ദ എയർ ബോൾ എറിയുന്നതായിട്ട് കണ്ടു, ബോളിന് ഗ്രിഫ്റ്റ് ചെയ്യിപ്പിക്കുന്നതായിട്ട് കണ്ടു, സ്കിഡ് ചെയ്ത് ബോൾ ചെയ്യിപ്പിക്കുന്നതായിട്ട് കണ്ടു. 2 പേരും നോക്കുവാണെങ്കിൽ ബ്രില്യൻ്റ് ആയിട്ട് ബോൾ ചെയ്തു ഇന്ത്യ മാച്ചിലോട്ട് തിരിച്ചു കൊണ്ടുവരുന്നു. ഇന്ത്യയുടെ 2 സ്പിന്നർമാരും അതുപോലെ തന്നെ ഷഫാലി വർമ്മ വന്നിട്ട് ഒരു വിക്കറ്റ് എടുക്കുന്നു. സോ ബ്രില്യൻ്റ് ആയിട്ട് ഇന്ത്യ പെർഫോമൻസ് ചെയ്തു. പക്ഷേ ചെറിയ ചെറിയ കൺസേൺസ് ഉണ്ട്. അതായത് 40 ഡോട്ട് ബോളാണ് ഇന്ത്യ ഇന്ന് കളിച്ചത്. 120 ബോളിനകത്ത് 40 ഡോട്ട് ബോൾ കളിച്ചത് ഒരു കൺസേൺ ആണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ മീഡിയം പേസ് ബോളർമാർ അല്പവും കൂടെ പെർഫോമൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പാകിസ്ഥാന്റെ ബോളർമാർ ഇന്ത്യയെക്കാട്ടി ബെറ്റർ ആയിട്ട് ബോൾ ചെയ്തു പേസ് ബോളർമാർ. സോ അവിടെ നോക്കുവാണെങ്കിൽ ഇന്ത്യയുടെ പേസ് ബോളിംഗ് ലൈനപ്പ് ഒരു കൺസേൺ ആണ്. പാകിസ്ഥാൻ നോക്കുവാണെങ്കിൽ ഒരുപാട് ക്യാച്ചസ് കളഞ്ഞു, നമുക്ക് അവസരങ്ങളെ തന്നു. അവിടെ നിന്നാണ് നമ്മൾ അതിനെ യൂട്ടിലൈസ് ചെയ്തത്. പക്ഷേ വലിയ ടീമുകളൊക്കെ ക്യാച്ചസ് കൊണ്ട് കളയത്തൊന്നുമില്ല. ആസ്ട്രേലിയ കൂട്ട് സൗത്ത് ആഫ്രിക്ക പോലുള്ള ടീമുകൾ അവർ ക്യാച്ചസ് ഒന്നും കൊണ്ട് കളയത്തില്ല, അവർ അവസരങ്ങൾ തരത്തില്ല, ഒരു മാച്ചിലോട്ട് തിരിച്ചു വരാനുള്ള അവസരങ്ങളെ അവർ തരത്തില്ല മറ്റുള്ള ടീമുകൾ. സോ അതുകൊണ്ട് ഇന്ത്യക്ക് ആ ഒരു മേഖല കുറച്ചും കൂടെ ബെറ്റർ ആക്കാനുണ്ട് ഇന്ത്യയുടെ ബാറ്റിംഗ് ലൈനപ്പ്. പ്രത്യേകിച്ച് ഷഫാലി വർമ്മയെന്ന് ഒരു വലിയൊരു ഇന്നിങ്സ് ഇന്ത്യക്ക് ആവശ്യമായിട്ടുണ്ട് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ അതുപോലെ തന്നെ ആസ്ട്രേലിയക്കെതിരെയുള്ള മത്സരങ്ങളകത്ത്. എന്തായാലും ഇന്ത്യ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി എന്തായാലും ഒരു കോൺഫിഡൻസ് നോക്കുവാണെങ്കിൽ ഇന്ത്യൻ ടീമിന് കിട്ടുന്നു. അടുത്ത മത്സരം എനിക്ക് തോന്നുന്നു സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ ഞായറാഴ്ചയാണെന്ന് തോന്നുന്നു. അതിനുമുമ്പ് നെതർലാൻഡിനെതിരെ ആണെന്ന് തോന്നുന്നൊരു മത്സരമുണ്ട്. ആസ്ട്രേലിയക്കെതിരെ ഉള്ളതും സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയുള്ള മത്സരം വളരെ ക്രൂഷ്യലാണ്. കുറച്ച് മിസ്റ്റേക്കൊക്കെ ഇന്ത്യ ആവർത്തിച്ചു. ആ മിസ്റ്റേക്കൊക്കെ മാറ്റിവെച്ച് നല്ലൊരു പെർഫോമൻസ് നോക്കുവാണെങ്കിൽ ഒരു ചാമ്പ്യന്മാരുടെ ഒരു പ്രകടനം കാഴ്ചവെക്കട്ടെ. ഇന്നത്തെ ഒരു പ്രകടനം നോക്കിയിട്ട് ഒരു ചാമ്പ്യൻ ടീമിന്റെ പ്രകടനം അല്ല, T20 വേൾഡ് കപ്പ് എടുക്കാൻ വന്ന ടീമിന്റെ ഒരു പ്രകടനം അല്ല ഇന്ന് കാഴ്ചവെച്ചത്. അതേ ഒരു പ്രകടനം വരുന്ന മത്സരങ്ങളിൽ കാഴ്ചവെക്കാൻ കഴിയട്ടെ. ഒരു അഡ്വാൻറ്റേജ് നോക്കുവാണെങ്കിൽ മേ ബി സ്പിൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള പിച്ചുകൾ മേ ബി ഇന്ത്യക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് ഇംഗ്ലണ്ടിലെ പിച്ചുകൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഇന്ത്യൻ സാഹചര്യത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുകയാണ്. അവർ ഈ ബാസ് ബോൾ കളിക്കാൻ വേണ്ടിയൊക്കെ ഉണ്ടാക്കുന്നത്. എന്നിരുന്നാലും ഇന്ത്യക്ക് അല്പം കൂടെ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാൻ കഴിയട്ടെ. ഇന്ത്യയുടെ പേസ് ബോളർമാർ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യട്ടെ. അതുപോലെ തന്നെ ഇന്ത്യയുടെ ബാറ്റ്സ്മാൻമാർ ഷഫാലി വർമ്മയെന്ന് അല്പം കൂടെ ഒരു വലിയ ഇന്നിങ്സ് ഇന്ത്യ ആവശ്യപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയുടെ ക്യാപ്റ്റനിൽ നിന്ന് ഒരു നല്ലൊരു ഇന്നിങ്സ്, അല്പം കൂടെ സ്ട്രൈക്ക് റേറ്റ് ഉയർത്തിയുള്ള ഒരു ഇന്നിങ്സ് ആവശ്യമായിട്ടുണ്ട്. 50 ഓവർ തൂക്കിയതുപോലെ T20യുടെ കപ്പും ഇന്ത്യയുടെ വുമൻസ് ടീമിന്, ഇന്ത്യയുടെ പെൺപുലികൾക്ക് തൂക്കാൻ കഴിയട്ടെ.